ആ കബീലയിൽപ്പെട്ട ആളുകൾ എൻ്റെ വലഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളിരിക്കുന്നു. എൻ്റെ ഇടഭാഗത്തിരിക്കുന്ന കുമ്പൂൾ സാദാത്തുക്കളുടെ ഒരു ഭാഗം ഹൈദറുസാണ് എങ്കിൽ മറ്റൊരു ഭാഗം ബാലവിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഉമ്മ ഹലീമ ബീവി, അവർ ബാലവി കുടുംബത്തിൽപ്പെട്ടതാണ്. അങ്ങനല്ലേ? അങ്ങനല്ലേ? ആ തെറ്റിപ്പോയാൽ പറയണോ? നിങ്ങൾക്കല്ലേ അറിയാം. ആ ഉപ്പ ഹൈദറസ് കുടുംബത്തിൽപ്പെട്ടത്. അതൊക്കെ വലിയ 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 ആൾ വരുമ്പോൾ അവരെ മക്കൾ പിന്നെ ഇങ്ങനെ ആ പേരിൽ പ്രസിദ്ധപ്പെടുന്നതാണ് കബീലകൾ. ഏതായാലും ആ കബീലയെയും പരമ്പരയും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ ഊന്നി പറയുന്നത് ബിദ്അത്തിന്റെ കക്ഷികൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ട് അങ്ങനെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, സയ്യിദന്മാരില്ല, അഹ്ലു ബൈത്ത് മുറിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞു നോക്കിയും പണ്ട് കാലത്ത് 10-30 കൊല്ലം മുമ്പ്, ഒരു 40 കൊല്ലം മുമ്പാണ് വലിയ ജോറായിട്ട് ഇവർ നോട്ടീസുമായിട്ടൊക്കെ വന്ന്. പക്ഷെ പമ്പ കണ്ടുപോയി. ഒരൊറ്റ മനുഷ്യരും അത് സ്വീകരിച്ചില്ല. അങ്ങനെ അഹ്ലു ബൈത്തിനെ തള്ളി പറയാൻ, അഹ്ലു ബൈത്ത് ഇല്ല എന്ന് പറയാൻ ഈ ബിദ്അത്തുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹ്ലു ബൈത്ത് ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ അവരിവിടെ ഉണ്ടാകും എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ മുഴുവനും പറയുന്നു. അവർ വഫാത്തായി കഴിഞ്ഞാൽ ഒരടയാളം ഉണ്ടാക്കുന്നത് സുന്നത്താണ്. അതും മസലൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മുസ്ലിയാക്കന്മാർ തന്നെ ഖബറിൻ്റെ മുകളിലുള്ള കുബ്ബ പൊളിച്ചു കളയണം എന്ന് പറയുന്നവരുണ്ട്. വയുഹ്ദമു അൽ ഖിബാബു, കുബ്ബകൾ പൊളിച്ചു കളയണം എന്ന് കാണുന്ന ഇബാറത്ത്, അത് ഏത് കുബ്ബയാണ് എന്ന് ചിന്തിക്കാതെ കുബ്ബ പൊളിക്കൽ ആവശ്യമാണെന്ന് പറയുന്ന